നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ത്യയെ ചേർത്തണച്ച് അമേരിക്ക സഹകരണം വർദ്ധിപ്പിക്കുകയാണ്. വിമർശകരെയും അവരുടെ ഊഹാപോഹങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചടുലമായ നീക്കങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. എല്ലാ മേഖലകളിലും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പെന്റഗൺ പ്രസ് സെക്രട്ടറി പാറ്റ് റൈഡർ ആണ് ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നും അതേപോലെ തന്നെ വിലപ്പെട്ടതാണ് എന്നും വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ മെച്ചപ്പെടുത്തലുകളും പുരോഗതി നേടാനും വളരെയധികം പ്രാധാന്യം രണ്ട് നേതാക്കളും കൊടുക്കുന്നുണ്ട് എന്നും പാറ്റ് റൈഡൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വലിയ കുതിച്ചുചാട്ടം നടത്തുകയും വളരെ വിശാലമായ അടിസ്ഥാനത്തിലുള്ള സഹകരണമായി പരിണമിക്കുകയും ചെയ്തു എന്നത് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം. പ്രതിരോധവും സുരക്ഷാ സഹകരണവും ഒരു സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിൽ സുപ്രധാന സഹായകമാണ്. അത് ആഴത്തിലുള്ള ബഹുമേഖലാ ഇടപെടലുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വ്യത്യസ്തതയുടെ ചില മേഖലകൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എങ്കിലും ഇരുപക്ഷവും പക്വതയോടെയും പരസ്പര സഹകരണത്തോടെയുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 2023 ജൂണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം പങ്കാളിത്തത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയും ദൃഢതയും ഉണ്ടാക്കുന്നു എന്നൊരു പ്രതീക്ഷ വലിയ രീതിയിൽ എടുത്തു കാണിച്ചിരുന്നു. പവർ എ നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന സംയുക്ത പ്രസ്താവനയിലെ പ്രതിരോധ വിഭാഗത്തിൽ എടുത്തു കാണിച്ചതുപോലെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും വ്യാവസായിക സഹകരണത്തിലും ആ സന്ദർശനം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇന്ത്യ US ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ആഗോള സുരക്ഷയുടെ നങ്കൂരമായി ഇരുപക്ഷവും വീക്ഷിക്കുന്നുണ്ട്. സ്ഥാപനപരമായ സംവിധാനങ്ങളും കരാറുകളും സംരംഭങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് വർഷങ്ങളായി അത് വികസിക്കുന്നുണ്ട്. US ഇന്ത്യ ബന്ധത്തിന്റെ ഏതാനും മേഖലകളിൽ പ്രതിരോധ ബന്ധത്തിന്റെ അത്രയും സമീപകാല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കാലക്രമേണ US ഇന്ത്യക്ക് പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു പ്രധാന വിതരണക്കാരനായി മാറി. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസ പങ്കാളിയായി മാറി. പരസ്പര പ്രവർത്തനക്ഷമതയും ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഉയർന്ന നിലവാരമുള്ള അമേരിക്കൻ പ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചു. സാങ്കേതിക കരാറുകൾ എടുത്തു പറയണം. ഉഭയകക്ഷി സഹകരണത്തിനപ്പുറം ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഉയർന്നു വരുന്ന തന്ത്രപരമായ പങ്കാളിത്തമായ ദി കാർഡിന്റെ പ്രധാന പങ്കാളിയാണ് US-ഉം ഇന്ത്യയും. ഇന്ത്യ അമേരിക്കയുടെ നിർണായക പങ്കാളി തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട എന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പക്ഷം. എല്ലാ മേഖലയിലും ഈ പങ്കാളിത്തം വികസിപ്പിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും റൈഡർ പറയുന്നുണ്ട്. റഷ്യയുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉക്രൈനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാൻ പുടിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നേരത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയും റഷ്യയും ഏറെ നാളുകളായി ബന്ധമുള്ള രാജ്യങ്ങളാണ്. അത് പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്ന തരത്തിലും വിവരങ്ങൾ വന്നിരുന്നു. അപ്പോ എങ്ങനെ റഷ്യ ഇന്ത്യ ബന്ധം ഉക്രൈനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും എന്ന കാര്യത്തിലും ഇടയ്ക്ക് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായി നടത്തുന്ന പോരാട്ടം അവസാനിപ്പിച്ചുകൊണ്ട് മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തണമെന്നായിരുന്നു അമേരിക്കയുടെ പക്ഷം. എല്ലാ കാലവും ഇന്ത്യയും സമാധാനത്തിന്റെ പക്ഷം തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഉക്രൈൻ യുദ്ധത്തിലും സമാധാനത്തിന്റെ പാത തന്നെയാണ് നല്ലത് എന്നതാണ് ഇന്ത്യയുടെ പക്ഷം. അത് ഒരു തരത്തിലും ജാള്യതയില്ലാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ തന്നെയാണ് ഇന്ത്യ റഷ്യയോടായി പറഞ്ഞത്. അപ്പോ പ്രാദേശിക അഖണ്ഡതയെയും അധികാരത്തെയും പരമാധികാരത്തെയും ബഹുമാനിക്കാൻ പുടിനോട് ആവശ്യപ്പെടണമെന്ന് മാത്യു മില്ലർ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ മാറ്റങ്ങൾ കാലങ്ങളായി വന്നിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ US ബന്ധം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. ഇപ്പോൾ തങ്ങൾ ഒരുമിച്ച് പ്രധാന സംവിധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും വികസിപ്പിക്കുന്നുവെന്നുമാണ് അധികൃതർ പറയുന്നത്. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിലെ വാർഷിക വ്യോമ നാവിക അഭ്യാസങ്ങളിൽ ഇന്ത്യ US-നൊപ്പം ചേരുന്നുണ്ട്. സൈബർ സ്പേസ്, നിർണായക സാങ്കേതിക വിദ്യകൾ മുതൽ സമുദ്ര സുരക്ഷ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും തങ്ങൾക്ക് ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്. US-ഉം സമാന ചിന്താഗതിക്കാരായ പങ്കാളികളും ചേർന്ന് ആ ഫോറങ്ങളിൽ മുന്നിലാണ്. എന്തായാലും നിർണായക സാങ്കേതിക വിദ്യകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന സെൻസർ വികസനം, അതേപോലെ തന്നെ ആളില്ലാ സംവിധാനങ്ങൾ, ക്വാണ്ടം ഫിസിക്സ്, കടലിനടിയിലെ ഡൊമൈൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. വരും ദശകങ്ങളിൽ ഇന്ത്യ അമേരിക്കയുമായി നിർണായകമായ തന്ത്രപരമായ പങ്കാളിയായി മാറുകയുള്ളൂ. ഇൻഡോ പസഫിക് ക്വാഡ് ഉൾപ്പെടെ കൂടുതൽ ഇടപഴകുന്ന അന്താരാഷ്ട്ര പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിബദ്ധത സ്വതന്ത്രവും തുറന്നതും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ ആഗോള ക്രമത്തിന്റെ പങ്കിട്ട കാഴ്ചപ്പാട് സംരക്ഷിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി വലിയ സ്വാധീനം ചെലുത്തും. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയുള്ളൂ എന്നാണ് അമേരിക്കയുടെ പക്ഷം.